ഭരണമാറ്റമുണ്ടായതോടെ വിഴിഞ്ഞം തുറമുഖത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിടാൻ വഴിയൊരുങ്ങുന്നു. ഏറെക്കാലമായി കോൺഗ്രസ് ആവശ്യപ്പെടുന്നതാണിത്. പൂർണ്ണമായും സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലുള്ള തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടാൻ പുതിയ സർക്കാരിന് കഴിയും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പിയെന്ന് വിശേഷിപ്പിക്കാവുന്നത് ഉമ്മൻചാണ്ടിയാണെന്നും യാഥാർത്ഥ്യമാക്കാൻ മുൻകൈയെടുത്തത് അദ്ദേഹമാണെന്നും രണ്ടാം ഘട്ട വികസനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിൽ വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു. ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായത് എന്ന് കെ.പി.സി.സിയും ആവശ്യപ്പെട്ടു. രാജ്യത്തെ പ്രധാന തുറമുഖങ്ങൾക്കെല്ലാം രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളാണ്. കേന്ദ്ര ഉടമസ്ഥതയിലെ തുറമുഖങ്ങൾക്ക് പുനർനാമകരണം ചെയ്യാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി വേണം. അതേസമയം പുനർനാമകരണം നടത്തിയാലും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ അന്താരാഷ്ട്ര ലൊക്കേഷൻ കോഡ് INTRV 01 എന്നത് മാറ്റാൻ കഴിയില്ല. ഇന്ത്യയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും ചുരുക്കെഴുത്ത് ചേർത്താണ് INTRV 01 എന്ന ലൊക്കേഷൻ കോഡ്. ഇന്ത്യയുടെയും നെയ്യാറ്റിൻകരയുടെയും ചുരുക്കെഴുത്ത് ചേർത്ത് INYY1 എന്നതായിരുന്നു ആദ്യം ലഭിച്ച ലൊക്കേഷൻ കോഡ്. ഐക്യരാഷ്ട്രസഭയുടെ 5 പ്രാദേശിക കമ്മീഷനുകളിലൊന്നായ യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് കമ്മീഷൻ ഫോർ യൂറോപ്പ് ഏകീകൃത ലൊക്കേഷൻ കോഡ് വേണമെന്ന നിർദ്ദേശം വെച്ചതിനെ തുടർന്നായിരുന്നു മാറ്റം. രാജ്യാന്തര വിമാനത്താവളം ഉൾപ്പെടെ തിരുവനന്തപുരത്തിന്റെ ലൊക്കേഷൻ കോഡ് TRV എന്നാണ്. കേന്ദ്ര സർക്കാരിന്റെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിസ്റ്റം ആൻഡ് ഡേറ്റ മാനേജ്മെന്റ് ആണ് കോഡ് അനുവദിച്ചത്. അതിനിടെ ആഗോള സമുദ്ര വ്യാപാര രംഗത്ത് ഇന്ത്യയുടെ കരുത്തുറ്റ മുഖമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറുമെന്ന് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകളിൽ ഒന്നായി മാറാനുള്ള സകല ശേഷിയും വിഴിഞ്ഞത്തിനുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് അദാനി ഗ്രൂപ്പ് ജീവനക്കാരുമായി നടത്തിയ സംവാദ പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പങ്കുവച്ചതും. ഇന്ത്യയെ ലോക വ്യാപാര ഭൂപടത്തിന്റെ നെറുകയിലെത്തിക്കാൻ വിഴിഞ്ഞം തുറമുഖം സഹായിക്കുമെന്നും അദാനി പറഞ്ഞിരുന്നു. തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം വിഴിഞ്ഞത്തിന് വലിയ മുൻതൂക്കം നൽകുന്നുമുണ്ട്. കേരളത്തിലെ ഉൾപ്പെടെ അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള 4 ലക്ഷത്തോളം വരുന്ന ജീവനക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അദാനി ഗ്രൂപ്പിന്റെ സാമ്പത്തിക കരുത്തിനെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. ഇതുവരെ ഏകദേശം 2 ലക്ഷം കോടി രൂപയുടെ ആസ്തി ഗ്രൂപ്പ് സൃഷ്ടിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വരും വർഷങ്ങളിൽ 2 ലക്ഷം കോടി രൂപയുടെ അധിക ആസ്തി കൂടി ലക്ഷ്യമിടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വികസന പദ്ധതികളിൽ പ്രാദേശിക ജനവിഭാഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിനാണ് മുൻഗണനയെന്നും അദ്ദേഹം ഉറപ്പു നൽകി. മികച്ച വേതനവും ജോലി സാഹചര്യങ്ങളും ഉറപ്പുവരുത്തുക വഴി ജീവനക്കാരുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകുന്ന നയമാണ് അദാനി ഗ്രൂപ്പ് പിന്തുടരുന്നത് എന്നും സംവാദത്തിനിടെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വിജയത്തിൽ നിർണായകമായ റെയിൽപാതയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകൾ. തുറമുഖത്തെ ബാലരാമപുരവുമായി ബന്ധിപ്പിക്കുന്ന 10.7 കിലോമീറ്റർ ദൂരമുള്ള റെയിൽപാതയുടെ ടെൻഡർ നടപടികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തുടങ്ങാനാണ് തീരുമാനം. വികസനത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ടാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെയും ബാലരാമപുരത്തെയും ബന്ധിപ്പിക്കുന്ന റെയിൽപാതയുടെ നിർമ്മാണ നടപടികൾ വേഗത്തിലാകുന്നത്. 10.7 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ നിർണായക റെയിൽപാതയുടെ ടെൻഡർ നടപടികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കാനാണ് തീരുമാനം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പൂർണ്ണതോതിലുള്ള പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായി ഈ പദ്ധതി ചരക്കുനീക്കം സുഗമമാക്കുന്നതിലൂടെ കേരളത്തിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേവലം ഒരു ഗതാഗത സംവിധാനം എന്നതിലുപരി വിഴിഞ്ഞത്തെ ലോകോത്തര ചരക്കു നീക്ക കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന അതിവേഗ ഇടനാഴിയാണ് ഈ പാത വിഭാവനം ചെയ്തിരിക്കുന്നത്. പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതടക്കമുള്ള പ്രാഥമിക ഘട്ടങ്ങൾ പുരോഗമിക്കുകയാണ്. ബാലരാമപുരത്ത് നിർമ്മിക്കുന്ന പ്രത്യേക റെയിൽവേ സ്റ്റേഷൻ വഴിയാകും വിഴിഞ്ഞത്തെ ദേശീയ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുക. റെയിൽപാത യാഥാർത്ഥ്യമാകുന്നതോടെ വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ചരക്കുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വളരെ വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും എത്തിക്കാനും സാധിക്കും. തലസ്ഥാന നഗരിയുടെയും അനുബന്ധ പ്രദേശങ്ങളുടെയും മുഖച്ഛായ മാറ്റുന്ന ഈ വികസന പദ്ധതിക്കായി വലിയ ആവേശത്തോടെയാണ് നാട് കാത്തിരിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തോടനുബന്ധമായ ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നത് കൂടുതൽ വികസന പദ്ധതികളിലേക്ക് നയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.